അപ്പോൾ മൈസൂർ വിശേഷങ്ങൾ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കഴിഞ്ഞ ദിവസമെല്ലാം വന്നിട്ട് നമ്മൾ കഴക്കൂട്ടത്ത് തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ടെക്നോ പാർക്കിൻ്റെ ഫേസ് 1 അവിടെ ഒരു മറൈൻ വേൾഡ് അക്വേറിയം ഉണ്ടെന്ന് എല്ലാം വന്നിട്ടുണ്ടായിരുന്നേ. ഡിസംബറിൽ വന്നതാണ്. ഞാനിപ്പോഴാണ് പോകുന്നത്. ജനുവരി 13 വരെയുണ്ട്. എൻട്രി ഫീസ് കുട്ടികൾക്കും എല്ലാവർക്കും അതെ 150 ആണ്. ഞാനും മോളും മാത്രമേ കയറിയുള്ളൂ. ഹസ്ബൻഡ് കുറച്ച് ടെക്നോ പാർക്കിൽ ആവശ്യമുണ്ടായിരുന്നു, അപ്പോൾ അതങ്ങോട്ട് പോയി. ഞങ്ങൾ ഓഫീസിൽ പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയി. ഞങ്ങൾ രണ്ടുപേരും കൂടെ കയറി എൻജോയ് ചെയ്ത്. മോൾക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. 150 റുപ്പീസിനുണ്ടോ എന്ന് ചോദിച്ചാൽ നിറയെ ഫിഷുകളുണ്ട്. പിന്നെന്താ കിളികൾ, കുറച്ച് ബേഡ്സ് ഉണ്ട്. പിന്നെ നല്ല രസമാണ് ഫ്ലവേഴ്സൊക്കെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും. പിന്നെ റോബോട്ട് ഇതുണ്ട്, അതിനൊക്കെ വെർത്തായിട്ട് ഓക്കെ നമുക്ക്. പിന്നെ കുറേ സ്റ്റോളുകൾ എല്ലാം ഉണ്ട്. പിന്നെ എനിക്ക് സങ്കടം തോന്നിയെന്ന് വെച്ചാൽ ആ മനുഷ്യൻ ഒരു ആൾ വെള്ളത്തിൽ ഇങ്ങനെ മറ്റേ ഓക്സിജനും വെച്ചിട്ട് ഇങ്ങനെ കിടപ്പുണ്ട്. വരുമ്പോൾ വീഡിയോയിൽ കാണാൻ പറ്റും. അയാൾ എത്ര രാവിലെ 2 PM തൊട്ട് ഇനി മാറി മാറി ആയിരിക്കും കിടക്കണേ. നമ്മൾ ചെല്ലുമ്പോൾ വേറെ ആളായിരിക്കും, എങ്ങനെയാണെന്ന് അറിയത്തില്ല. 2 PM തൊട്ട് 9 PM വരെയാണ് ടൈം വർക്കിംഗ് ഡേയിൽ. ഹോളിഡേയിൽ 11 to 9 PM. അപ്പം നമ്മൾ ചെന്നപ്പോഴത്തേക്ക് അയാളിങ്ങനെ കിടക്കുന്നത് സങ്കടം തോന്നി എനിക്ക്. ബാക്കിയൊക്കെ നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്ത്, നല്ല രസമാണ്. പിന്നെ എനിക്ക് ഈ ഫിഷുകളുടെ ഒന്നും പറയത്തില്ല. ഇത് സ്രാവല്ലേ, സ്രാവെന്നല്ലേ പറയുന്നത്. സ്രാവാണ്. ഷാർക്ക് അത്. പിന്നെ കൊച്ചു കൊച്ചു കളർഫുൾ മീനുകൾ ഒരുപാടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്തു ഞാനും മോളും. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? കളർഫുൾ മീൻസുകൾ എന്ത് രസമാണെന്നറിയാമോ? അത് നിറയെ ഉണ്ട്. അത് അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും കൂടെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അത് നല്ല ഭംഗിയായിട്ട് അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത്, ഏറ്റവും ഇഷ്ടപ്പെട്ട. പിന്നെ കൊച്ചു കൊച്ചു നത്തോലി പോലത്തെ മീനുകൾ, അങ്ങനത്തെ കുറേ മീനുകളുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് മോൾക്കും ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ രണ്ടുപേരും നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങളുടെ വിശേഷങ്ങളൊന്നും ആരും കമൻറ്റ് എന്താ ഇടാത്തേ? കമൻറ്റൊക്കെ ഇടണേ. കമൻറ്റുകൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കമൻറ്റുകൾ വേണ്ടിയിട്ട് നോക്കിയിരിക്കുകയാണ്. നിങ്ങളുടെ കമൻറ്റുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞല്ലായിരുന്നു. അപ്പോൾ കമൻറ്റുകളൊക്കെ തീർച്ചയായിട്ടും ഇടുക. എൻജോയ് ചെയ്യാമല്ലോ, വായിക്കാം. നല്ല രസമല്ലേ കാണാൻ? അതേ നത്തോലി പോലത്തെ കൊച്ചു കൊച്ചു മീനുകൾ പോകുന്നുണ്ട്. എന്ത് രസമായിട്ടാവല്ലേ. വെള്ളമൊക്കെ മാറിക്കൊടുക്കും, ഫുഡൊക്കെ ഇട്ട് കൊടുക്കുമായിരിക്കും. എന്നാലും നല്ല രസമല്ലേ നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട്. കുറച്ച് ദിവസത്തേക്ക് പോയി കാണാം. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണുക. തിരുവനന്തപുരത്തുള്ളവരൊക്കെ പോയി കാണുക. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ കുറേ സ്റ്റോളുകളൊക്കെ ഉണ്ട്. അതിൻ്റെ ഒന്നും ഞാൻ ആക്ച്വലി വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഞാൻ ഇതിൻ്റെയൊക്കെ സ്റ്റോളുകളെന്ന് വെച്ചാൽ എല്ലാം, അതായത് നമുക്ക് വേണ്ട ആക്സസറീസ്, അതായത് തലയിടുന്ന ക്ലിപ്പുകൾ അങ്ങനത്തെ ഉണ്ടായിരുന്നു. മോൾക്ക് കുറച്ച് ക്ലിപ്പ്, സ്ലൈഡ് അങ്ങനത്തെയൊക്കെ കുറച്ച് സാധനങ്ങൾ വെച്ചു. പിന്നെ ബ്ലോ പെൻ അങ്ങനത്തെ പേന മേടിച്ചു. പിന്നെ എന്തുവായിരുന്നു കുറച്ച്. പിന്നെ നമ്മൾ അലുവ മേടിച്ച്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ മേടിച്ച്. ഇത് സ്റ്റാർ ഫിഷ് പോലത്തെ ഇത് വലിയ കൊഞ്ച്. എനിക്ക് സ്റ്റാർ ഫിഷ് അല്ലല്ലോ, ഇത് വേറെ ഏതൊരു മീനാണ്. അതെ, ഇത് സ്റ്റാർ ഫിഷ് അവിടെ കിടപ്പുണ്ട് കേട്ടോ. ഇത് വലിയ കൊഞ്ച്, ടൈഗർ കൊഞ്ച് പോലത്തെ വലിയ കൊഞ്ച്. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഈ പറയാനായിട്ട്. പിന്നെ നമുക്ക് ഈ ഫിഷുകളുടെ പേരൊന്നും അറിയത്തില്ലല്ലോ, അപ്പോൾ അതൊന്നും പറയാനൊട്ട് എനിക്ക് അറിയത്തില്ല. അത് ഇതാണ് ഞാൻ പറഞ്ഞത്, പാവം മനുഷ്യൻ. നമ്മളിങ്ങനെ കൈ കാണിക്കും. നമ്മുടെ ഒറിജിനൽ മനുഷ്യൻ തന്നെ കേട്ടോ അത്. ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് ഞാൻ ടാറ്റ കൊടുത്തു. പിന്നെ ഞാനിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കാണിച്ച്, അപ്പം ഇങ്ങനെയൊക്കെ കാണിച്ച് എനിക്കും തിരിച്ച് കാണിച്ചു. പാവം മനുഷ്യൻ. എനിക്ക് സങ്കടം തോന്നി. ഓരോരുത്തരും ജീവിക്കാൻ വേണ്ടിയിട്ട് ഓരോ ജോലികൾ ചെയ്യുന്നത്. ഇത് ഓക്സിജനും ഇതൊക്കെ ആയിട്ട് എത്ര നേരം കിടക്കാൻ പറ്റും? കൈയൊക്കെ മരച്ച് പോകത്തില്ലേ? ഞാൻ കൈ കാണിച്ചത് കണ്ടപ്പോഴാണ് പുള്ളി ഇങ്ങനെ കാണിച്ചത്. ഇത് ഇതൊക്കെ ഇതെന്ത് ഭംഗിയായിട്ട് ഓരോന്നും ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യാനായിട്ട്. അതൊക്കെ ഇങ്ങനെ ഇലക്ട്രിക്കലായിരിക്കും എല്ലാം വർക്ക് ചെയ്തുണ്ട്. പിന്നെ അകത്താണെങ്കിൽ ഒരു സർക്കിളിൽ നിന്നിട്ട് ഒരാൾ നിൽക്കുകയാണെങ്കിൽ 50 റുപ്പീസ്. ഇങ്ങനെ സർക്കിളിൽ നിന്നിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്യുന്നിട്ട് അതിനകത്ത് നമുക്ക് ക്യാമറയും വീഡിയോ ഒക്കെ എടുക്കാം. ഞാൻ പക്ഷേ എടുത്തിട്ടില്ല, വെറുതെ കാശ് കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് അതൊന്നും ഞാൻ ചെയ്തില്ല. അതിൻ്റെ വീഡിയോയും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അവിടെ 6 ആൾക്കാർ കറങ്ങുവാനുണ്ടായിരുന്നു. ഒരാൾക്ക് 50 രൂപ, 2 പേർക്ക് 100.
അങ്ങനെ അങ്ങനെ ആൾക്കാർ കൂടുതൽ രസിച്ചു. പിന്നെ നമ്മൾ അകത്ത് കയറുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിലൊരു എൻട്രി ടാഗ് കെട്ടിത്തരും. അതാണ് ഞങ്ങളുടെയൊക്കെ കയ്യിൽ കണ്ടായിരുന്നു ടാഗ്. പിന്നെ മോളവിടെ നിന്ന് ബട്ടർഫ്ലൈയുടെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു, പിന്നെ അതുപോലെ ആക്ട് ചെയ്യുന്നു, എന്തൊക്കെയോ കറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത ആൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും എന്താ വരുവേ, ഞാനിങ്ങനെ പതുക്കെ പതുക്കെയാണ്, ഞാൻ പറഞ്ഞില്ലേ എവിടെ പോയാലും നിങ്ങളെയും കൂടെ കാണിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല. അതുകൊണ്ട് ഞാൻ എല്ലാം എൻ്റെ ഫോൺ നിറഞ്ഞ് എൻ്റെ ഫോണാണെങ്കിൽ നല്ല ഹാങ് ആയിട്ടിരിക്കുക. അപ്പം ഞാൻ വിചാരിച്ച് നിങ്ങളെ കൂടെ കാണിക്കുക, എന്നാൽ എനിക്കൊരു രസമുള്ളല്ലോ. നാം മാത്രം എൻജോയ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. പോകാൻ പറ്റാത്ത ജോലി തിരക്കായിട്ടോ അങ്ങനെയുള്ള പലരുമൊക്കെ കാണുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ നമ്മുടെയൊക്കെ വീഡിയോ കണ്ട് എൻജോയ് ചെയ്യാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. ഇതുകൊണ്ട് വലിയ ആനയാണ്, അത് നല്ല രസമാണ്. എല്ലാവരും ഇങ്ങനെ മൂവ് ചെയ്യും. അപ്പം നമുക്കൊരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന പോലെ ഉണ്ടോ. ടൈഗറൊക്കെ നമുക്കിങ്ങനെ ഒറിജിനാലിറ്റിയിൽ ഫീൽ ചെയ്യുന്ന പോലെ എല്ലാവരും ഇങ്ങനെ 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 നിന്ന് മൂവ് ചെയ്യും. നമുക്കിങ്ങനെ അടുത്ത് പോയി ടൈഗറിനെയൊക്കെ തൊടാൻ പറ്റുമോ? പറ്റില്ലല്ലോ. ഉണ്ട്, ഇത് വലിയൊരു ആമയാണ്. ആ ആമ അങ്ങോട്ട് പോവും, ഇങ്ങോട്ട് പോവും, കുറച്ച് കഴിയുമ്പോൾ ഇങ്ങോട്ട് പോവേ. അപ്പോൾ നമ്മളിങ്ങനെ ഒരു തള്ളും കണ്ടിച്ച് കഴിയുമ്പോൾ കണ്ടോണം ഇങ്ങോട്ട് നീങ്ങി നീങ്ങി പോകുന്നതാണ് ആ ആമ തള്ളുന്ന. ഇതാണ് ഏറ്റവും രസം. റോബോട്ടാണെങ്കിൽ നല്ല രസമാണ്. ഡാൻസ് കളിക്കുന്നു, കൈ ഷെയ്ക്ക് കൊടുക്കുന്ന പോലെ ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ആളതോ. ഇത് റോബോട്ടിൻ്റെ ചുറ്റുവട്ടത്ത് നിറച്ചും പിള്ളേരുമാണ്. നമുക്കാണെങ്കിൽ ശരിക്കും വീഡിയോ എടുക്കാൻ ഞാൻ എത്ര വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടെന്നറിയോ. എന്നിട്ടാണ് അതിനകത്തുനിന്ന് അത്യാവശ്യം കൊള്ളാവുന്ന ഒരു വീഡിയോ ആണ് ഞാൻ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്തത്. കാരണം നിങ്ങളെ കൂടെ കാണിക്കണ്ടേ, നിങ്ങളില്ലാതെ എനിക്കെന്ത് ആഘോഷമല്ലേ. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്തത്. ഈ വീഡിയോയിൽ നോക്കുക, റോബോട്ട് അങ്ങോട്ടിറങ്ങുന്നു ഇങ്ങോട്ടിറങ്ങുന്നു, ഡാൻസ് കളിക്കുന്നു, കുറേ പഴയ പാട്ടുകളൊക്കെ ഇട്ടുണ്ട്. നമ്മളിത് നന്തപ്പം കൈയൊക്കെ കൊടുത്തായിരുന്നു കേട്ടോ. ചാടി എഴുന്നേറ്റ് ഇപ്പം നിൽപ്പുണ്ടത് നമസ്കാരം പറയുന്നത്. അവിടെ കുറച്ച് 3 എണ്ണമുണ്ട്. 3 ഇതുപോലത്തെ സെയിം പാറ്റേണില്ല 3 എണ്ണമുണ്ട്. പക്ഷെ നമുക്ക് വീഡിയോ ഞാൻ പറഞ്ഞില്ലേ കറക്റ്റായിട്ട് കിട്ടൂല. പിള്ളേരായതുകൊണ്ടേ പിള്ളേരുടെ ഇടയിൽ നമുക്ക് ഈ വീഡിയോയും കൂടെ പിടിച്ചുകൊണ്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്കി പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് പിള്ളേരും നമ്മളെ ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്തതുകൊണ്ട് പിള്ളേർ അവിടെ ഇവിടെയൊക്കെ ഇടിച്ച് വീഴുക പരിപാടിയാണ്. മുഴുവൻ പിള്ളേരാണ്, കുഞ്ഞി പിള്ളേർ. എന്താ നല്ല രസമല്ലേ അവൻ്റെ കളികൾ കാണാനായിട്ട്. അങ്ങനെയൊക്കെ എല്ലാം കണ്ട് എൻജോയ് ചെയ്താണ് നമ്മളിവിടുന്ന് വന്നത്. അപ്പം എന്ത് ചെയ്യണം, നമുക്ക് ഇനി ഞാൻ എപ്പോഴും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ നമുക്ക് ഓരോരുത്തർക്കും ഫോട്ടോ എടുക്കാം. ഇതിന് 50 ആണ്. നമുക്ക് ബേഡ്സിൻ്റെ ദേഹത്ത് വെച്ച് ഫോട്ടോ എടുക്കാം. പിന്നെ